ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ നീളമുള്ള ഒരു ഉരുണ്ട ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫോയിലിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയതിന് ശേഷം ഇതങ്ങ് നിവർത്തിയെടുക്കുകയും വേണം. ഈ ഫോയിൽ ഷീറ്റിൽ ഒരു ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബോട്ടിലിൻ്റെ വശങ്ങളിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. ഇനി ഈ ഫോയിൽ പേപ്പർ കൊണ്ട് ബോട്ടിലങ്ങ് കവർ ചെയ്തെടുക്കണം. ഇത് ഈ ബോട്ടിലിൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ട് ഒട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് ബോട്ടിലിന് ചുറ്റും കവർ ചെയ്ത് ഒട്ടിക്കണം. ഈ മുകളിലെ ഭാഗത്ത് വേറൊരു പീസ് കൂടി എടുത്ത് കവർ ചെയ്ത് ഒട്ടിക്കണം. ഇത് ഈ കാർഡ്ബോർഡ് പീസിന്റെ ലെയറുകളിൽ നിന്നും കട്ട് ചെയ്തെടുത്തൊരു പീസാണ്. ഈ ബോട്ടിലിന്റെ താഴ്ഭാഗത്തായിട്ട് ഇത് ചുറ്റി അങ്ങ് ഒട്ടിച്ചെടുക്കണം. ഇത് ഒരുപാട് പ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇതിന്റെ ചുടുകളൊക്കെ അങ്ങ് നികന്നു പോകും. അതുപോലെ തന്നെ ഒരു പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ബോട്ടിലിന്റെ നെക്ക് ഭാഗത്തിലും ചെറിയൊരു പീസ് ഒട്ടിച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിൽ 5 കനം കുറഞ്ഞ കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫിന്റെ ഷേപ്പിലും 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് അങ്ങ് കവർ ചെയ്തെടുക്കണം. ഗ്ലൂ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു വെക്കുകയും വേണം. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിൽ ഓപ്പണിങ്ങിൽ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങ് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തൊരു ത്രെഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അങ്ങ് അപ്ലൈ ചെയ്തെടുക്കാം. ഇതിലെ ബ്ലാക്ക് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലവിടെ ഇവിടെയായിട്ട് ഡാർക്ക് ബ്ലൂ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് മെർജ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 പേൾ കളർ കൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാർഡ്ബോർഡ് പീസുകളിൽ മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ഭാഗത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പേൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അലുമിനിയം ഫോയിൽ ഒരു ത്രെഡ് പോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ തയ്യാറാക്കിയ ചെറിയ പീസുകളിലും ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ റൗണ്ട് ഷേപ്പുകളിലെല്ലാം കോപ്പർ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ഇതിൻ്റെ വൺ സൈഡ് കളർ കൊടുത്താൽ മതിയാവും. ഈ ലീഫ് ഷേപ്പിലുള്ള പീസുകളിലെല്ലാം മെറ്റാലിക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെയിന്റുകളെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ പീസിലും ഗ്രീൻ അടിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യം നമുക്ക് ഈ പീസ് അങ്ങ് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് സെറ്റ് ആകുന്നതിനായിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ 5 റൗണ്ട് പീസുകളും കൂടി ചേർത്തൊട്ടിച്ച് ഒരു ഫ്ലവറിന്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇതിന് നടുവിലേക്ക് ഒരു കുഞ്ഞു പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. ലീഫുകൾ രണ്ടും ഇരുവശത്തുമായിട്ട് ഗ്ലൂ ചെയ്തെടുക്കാം. ഗ്ലൂ എല്ലാം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഈ ഫ്ലവറിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഗോൾഡൻ കളർ കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ഉപയോഗിച്ച് ലീഫുകളിലും ഒക്കെ ഒന്ന് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു കോട്ട് വാർണിഷ് കൂടി അടിച്ചെടുത്താൽ മതിയാവും. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റാണ്. ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.